മക്കളെ സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ വിഷുഫലം 27 നക്ഷത്രത്തിന് എങ്ങനെയാണ്, വിഷുഫലം എന്താണ്, അവർക്കുള്ള വിഷു സംക്രമം കൊണ്ട് ആദിത്യന്റെ വിഷു മേഷരാശിയിലെ സംക്രമം കൊണ്ട് ഗുണദോഷങ്ങൾ 27 നക്ഷത്രങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നതിന്റെ സാമാന്യമായ ഒരു ചെറിയ വിവരണം മാത്രമാണ്. ഈ വർഷത്തെ വിഷു സംക്രമം, ആദിത്യ സംക്രമം, മേഷരാശിയിലോട്ട് സംക്രമം എന്ന് പറയുന്നത് മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം 1200 മീനമാസം 30 ഞായറാഴ്ച രാത്രി 3:21 ചോതി 1-ാം പാദം തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥി പന്നിക്കിരണം വജ്രനാമ നിത്യയോഗം ചേർന്നുള്ള സമയത്താണ് ഭൂമി ഭൂതോദയം കൊണ്ട് മേടരവി സംക്രമം. ഈ സംക്രമത്തിന്റെ ഫലങ്ങൾ 27 നാളിനെയും ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ അശ്വതി, ഉത്രട്ടാതി, രേവതി, ഭരണി, കാർത്തിക, രോഹിണി തുടങ്ങിയ നക്ഷത്രങ്ങൾക്ക് വിഷുഫലം എന്താണെന്ന് വെച്ചാൽ ലോക ബഹുമാനം ലഭിക്കും, സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷമായ വസ്ത്രാഭരണങ്ങളും ആഡംബര കാര്യങ്ങളും ലഭിക്കും. നല്ലതെന്നർത്ഥം. അശ്വതി, ഉത്രട്ടാതി, രേവതി, ഭരണി, കാർത്തിക, രോഹിണി തുടങ്ങിയ നാളിന് വിഷു സംക്രമം വിഷുഫലം അനുകൂല ഫലം കൂടുതലായി നൽകും. ഇനി അത് കഴിഞ്ഞുള്ള മകയിരം, തിരുവാതിര, പുണർദം തുടങ്ങിയ 3 നാളിനെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. ശരീരക്ലേശം ഉണ്ടാവും, ആയുധം കൊണ്ട് ആപത്തുണ്ടാകും, പശുപക്ഷി മൃഗങ്ങളിൽ നിന്ന് ആപത്തുണ്ടാകും. ശരീരം സൂക്ഷിക്കണം, വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കണം. അവരിൽ നിന്ന് നഷ്ടമുണ്ടാവാം, കഷ്ടമുണ്ടാവാം, അവരെ കൊണ്ട് മനക്ലേശം ഉണ്ടാകാം, അവരെ കൊണ്ട് ശരീരക്ലേശം ഉണ്ടാകാൻ, ആയുധം കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടാവാം. സൂക്ഷിക്കുക. ഈ പറഞ്ഞ മകയിരം, തിരുവാതിര, പുണർദം നാളുകാർ. ഇനി അത് കഴിഞ്ഞുള്ള പൂയം, ആയില്യം, മഹം, പൂരം, ഉത്രം, പൂയം, ആയില്യം, മഹം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രക്കാർക്ക് വിഷുഫലം എന്താണെന്ന് ചോദിച്ചാൽ ജനനേതൃത്വം, അധികാരങ്ങൾ ലഭിക്കും, അധികാരികളിൽ നിന്ന് അനുകൂല ഫലം ലഭിക്കും. അതുപോലെ അന്യജനപ്രീതി, ധനലാഭം, പൊതുവെ നല്ലതെന്നർത്ഥം. ഇടപെടുന്ന കാര്യങ്ങൾ ഗുണമുണ്ടാകും, അന്യജനങ്ങളുടെ ഗുണം ലഭിക്കും, വേണ്ടപ്പെട്ടവർ മാനിക്കും. ഇത്രയും നാളുകാർക്ക് പൂയം, ആയില്യം, മഹം, പൂരം, ഉത്രം, അത്തം തുടങ്ങിയ നാളുകാർക്ക് നല്ലതാണ് വിഷുഫലം. ഇനി അത് കഴിഞ്ഞാൽ ചിത്തിര, ചോതി, വിശാഖം തുടങ്ങിയ നാളുകാർക്ക് നല്ലതല്ല. ധനനാശം ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ കുറയും, ഉള്ള ധനം കുറയും, വേണ്ടപ്പെട്ടവർ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ കടം വാങ്ങിച്ചോ കടം കൊടുത്തോ ക്ലേശത്തിൽ ചെന്ന് ചാടും, രോഗം ഉണ്ടാവും, വ്യയം കൂടിയിരിക്കും. നല്ലതല്ല. ചിത്തിര, ചോതി, വിശാഖത്തിന് ഈ വർഷത്തെ വിഷുഫലം അനുകൂലമല്ല. ഇനി അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നല്ലതാണ്. അനിഴത്തിന്, കേട്ടയ്ക്ക്, മൂലം നാളിന്, പൂരാടം നാളിന്, ഉത്രാടം നാളിന്, തിരുവോണം നാളിനൊക്കെ നല്ലതാണ്. സത്കീർത്തി, സർവ്വ ആഭിഷ്ട സിദ്ധി, വിചാരിക്കുന്ന കാര്യം നടക്കും. ഒരുപാട് കാലമായിട്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയ വർഷമാണ് ഈ വിഷു മുതൽ അങ്ങോട്ടുള്ള ഒരാണ്ട്. നല്ല കീർത്തി ഉണ്ടാവും, പ്രവൃത്തി കൊണ്ടുള്ള നല്ല പേര് സമ്പാദിക്കും. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് പറയാം, ഗുണവശം പറയാം. അത് കഴിഞ്ഞ് അവിട്ടം, ചതയം, പൂരുട്ടാതി ബന്ധുനാശമുണ്ട്. നല്ലതല്ല. അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഈ വിഷുഫലം ഗുണമല്ല. ബന്ധുനാശം, വേണ്ടപ്പെട്ടവർ, ഗുരുജനങ്ങൾ, കൂടെയുള്ളവർ, വളരെ ഇഷ്ടപ്പെട്ടവരുടെ ക്ലേശം അനുഭവിക്കും. അവരിൽ നിന്നുള്ള ക്ലേശമല്ല, അവരുടെ വിരഹം കൊണ്ടോ അവർ നമ്മിൽ നിന്ന് മാറിപ്പോകുന്നതോ കൊണ്ടുള്ള മനക്ലേശങ്ങൾ അനുഭവിക്കാനാണ് യോഗം പറയേണ്ടത്. സ്വജന വിരോധം, വേണ്ടപ്പെട്ടവർ വിരോധഭാവത്തിൽ പെരുമാറും, അപമാനം ഉണ്ടാകും. വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് അപമാനം കിട്ടാൻ യോഗ്യതയുണ്ട്. ഇത്രയും നാളുകാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിഷുഫലത്തിന്റെ വിഷു സംക്രമം കൊണ്ട് ഈ പറഞ്ഞ അവിട്ടം, ചതയം, പുരുട്ടാതി നാളുകാർക്ക് അപമാനക്ലേശം ഉണ്ടാകും, മനക്ലേശം ഉണ്ടാകും, സ്വജന വിരോധം ഉണ്ടാകും. സൂക്ഷിക്കുക. ഇനി എന്താണ് പരിഹാരം? ഗുണം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് പരിഹാരം പറയേണ്ട അനുഭവിച്ചോളും. ദോഷാനുഭവം ഉള്ളവർ ശിവനെ പ്രാർത്ഥിക്കുക. രുദ്രമന്ത്ര ജപം, ശിവനെ എത്ര പ്രാർത്ഥിക്കുന്നു അത്രയും നല്ലത്. ഞാൻ ഇത്രയും നക്ഷത്രക്കാരുടെ വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 27 നാളുകാർക്ക് ദോഷമുണ്ട്, ദോഷമില്ലാത്തവരും ഉണ്ട്. 27 നാളിൽ ചിലർക്ക് ദോഷം കൂടിയിരിക്കും, ചിലർ കുറഞ്ഞിരിക്കും, ചിലർക്ക് ഗുണവശം ഉണ്ടാകും. ദോഷം ഉള്ള നക്ഷത്രക്കാർ ഒരാണ്ട് സ്ഥിരമായിട്ട് ശിവനെ അങ്ങ് ഭജിക്കണം. പ്രത്യേകിച്ച് അവനവന്റെ നക്ഷത്ര ദിവസം, ഒത്തില്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം വ്രതത്തോടുകൂടി മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശിവന് ജലധാര വെക്കുക, അല്ലെങ്കിൽ ഹൃദധാര വെക്കുക. അതിന് ഒത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിക്ക് അഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക ശിവന്. എന്നിട്ട് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുള്ള അർച്ചനയും കൂടെ ചെയ്യുക, അല്ലെങ്കിൽ രുദ്രമന്ത്ര ജപത്തോടു കൂടിയും ശിവനെ പ്രാർത്ഥിക്കുക. ഇതാണ് പരിഹാരം. ഒരാണ്ട് അത്രയും ഗുണം ലഭിക്കും, ദോഷം അത്രയ്ക്ക് കുറഞ്ഞിരിക്കും. 27 നാളിന് ഉള്ള വിഷുഫലം വളരെ ചെറിയ രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വർക്കല സ്വസ്തിക് ജോഷത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.